ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാർസ് ഇന്ത്യ SUV ആയ എലിവേറ്റിൻ്റെയും അമേസിൻ്റെയും വില വർദ്ധിപ്പിച്ചു. ജനുവരിയിൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുമെന്ന് കമ്പനി അറിയിച്ചു. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാർസ് ഇന്ത്യ ജനുവരി മുതൽ തങ്ങളുടെ ജനപ്രിയ മോഡലുകളുടെ വില ഉയർത്തി. SUV ആയ എലിവേറ്റും സെഡാൻ വിഭാഗത്തിലെ അമേസുമാണ് വില വർധന ബാധിച്ച പ്രധാന വാഹനങ്ങൾ. വിവിധ വേരിയന്റുകളിലായി വ്യത്യസ്ത തോതിലാണ് വില കൂട്ടിയിരിക്കുന്നത്. SUV ആയ എലിവേറ്റിന്റെ വില വിവിധ വേരിയന്റുകൾ വ്യത്യസ്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൻട്രി ലെവൽ SV വേരിയന്റിന് 59,990 രൂപ വരെയാണ് വില കൂട്ടിയത്. VX വേരിയന്റിന് 13,590 രൂപയുടെ വർധനയുണ്ട്. അതേസമയം ZX ADV എഡിഷൻ വേരിയന്റുകൾക്ക് 9,990 രൂപ വരെ മാത്രമാണ് വില വർദ്ധിപ്പിച്ചത്. എലിവേറ്റിനൊപ്പം സിറ്റി, അമേസ് ഉൾപ്പെടെയുള്ള മറ്റു മോഡലുകളുടെയും വില ഹോണ്ട പരിഷ്കരിച്ചു. അമേസിന്റെ വിലയിൽ 6,999 രൂപയുടെ വർധന വരുത്തിയിട്ടുണ്ട്. ഇതോടെ ബേസ് മോഡലിന്റെ വില 7,47,790 രൂപയായി. ടോപ്പ് സ്പെസിഫിക്കേഷൻ ZX CVT വേരിയന്റിന്റെ വില 9,99,900 രൂപയായി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫി TV. പുതുതലമുറ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ബജാജ് ഓട്ടോ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിച്ചു. താങ്ങാവുന്ന വിലയും ആധുനിക സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ചേതക് C25 എന്ന പുതിയ മോഡലിന്റെ ബുക്കിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചു. ചേതക് C25 ഇലക്ട്രിക് സ്കൂട്ടറിന് 91,399 രൂപയാണ് ബജാജ് വില പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2.5 കിലോവാട്ട് മണിക്കൂർ ബാറ്ററിയും 113 കിലോമീറ്റർ റേഞ്ചും നൽകുന്ന ഈ സ്കൂട്ടർ നഗരയാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തതാണ്. പരമാവധി വേഗം മണിക്കൂറിൽ 55 കിലോമീറ്ററാണ്. ഗുണനിലവാരത്തിൽ കുറവ് വരുത്താതെ താങ്ങാവുന്ന വിലയിലുള്ള ചേതക് സ്കൂട്ടർ എന്ന നിലയിലാണ് പുതിയ മോഡലിന്റെ വരവ്. കൂടുതൽ പേരിലേക്ക് ചേതക്കിനെ എത്തിക്കാൻ പുതിയ C25ന്റെ വരവ് വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതലായി യുവജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് C25 ബജാജ് പുറത്തിറക്കുന്നത്. നിലവിൽ 3530 എന്നിങ്ങനെ 2 സീരീസുകളിലായാണ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ലഭിക്കുന്നത്. 2 സീരീസുകളിലായി 3001, 3503, 3502, 3501 എന്നിങ്ങനെ 4 വകഭേദങ്ങളുണ്ട്. പുതിയ സ്കൂട്ടറായ C25ന് 2.25 മണിക്കൂറിൽ 80% ചാർജിൽ എത്തിക്കാനാവും. തിരക്കേറിയ നഗരങ്ങളിൽ അനായാസം യാത്ര ചെയ്യാൻ സഹായിക്കുന്ന മോഡലായാണ് ചേതക് C25നെ ബജാജ് അവതരിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിനും ഫൈബറിനും പകരം കൂടുതൽ ആയുസ്സും കരുത്തുമുള്ള മെറ്റൽ ബോഡിയാണെന്നതും ചേതക്കിലേക്ക് നിരവധി പേരെ ആകർഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമി ഇന്ത്യയിൽ 10,000 mAh ബാറ്ററിയുള്ള പുതിയ ഫോൺ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇത്രയും വലിയ ബാറ്ററി സാധാരണ സ്മാർട്ട് ഫോണിൽ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബ്രാൻഡായി റിയൽമി മാറും. റിയൽമിയുടെ പുതിയ P4 പവർ 5G മോഡലിലാണ് 10,000 mAh ശേഷിയുള്ള ബാറ്ററി ഉൾപ്പെടുത്തുന്നത്. ഒറ്റ ചാർജിൽ ഏകദേശം 1.5 ദിവസം വരെ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഏകദേശം 218 ഗ്രാം ഭാരമുണ്ടാകുമെന്നാണ് സൂചന. 10% ബാറ്ററി ശേഷിയുണ്ടെങ്കിലും താപനില നിയന്ത്രിച്ച് സ്ഥിരമായ FPS നൽകാൻ ഫോണിന് സാധിക്കുമെന്നും റിയൽമി പറയുന്നു. ബൈപാസ് ചാർജിംഗ് പിന്തുണയും ഫോണിലുണ്ടാകും. കൂടാതെ 27 വാട്ട് റിവേഴ്സ് ചാർജിംഗ് സൗകര്യവും ഇതോടൊപ്പം ലഭ്യമാകും. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ സെക്കൻഡറി ക്യാമറ, 2 മെഗാപിക്സൽ ക്യാമറ എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഹാൻഡ്സെറ്റിൽ ഒരുക്കുന്നത്. ചിപ്സെറ്റ്, ബാറ്ററി, സാങ്കേതികവിദ്യ, ഡിസൈൻ, നിറങ്ങൾ, വില, കൃത്യമായ ലോഞ്ച് തീയതി എന്നിവയുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് സൂചന. നേരത്തെ റിയൽമി P4 5G ഓഗസ്റ്റിലാണ് ഇന്ത്യൻ വിപണിയിലെത്തിയത്. 6GB റാം, 128GB സ്റ്റോറേജുള്ള അടിസ്ഥാന വേരിയന്റിന് 18,499 രൂപയാണ് പ്രാരംഭ വില. പുതിയ മോഡൽ ബാറ്ററി സെഗ്മെന്റിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.